രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കോളേജിലോട്ടാണ് കേട്ടോ. ഞാൻ പഠിച്ച കോളേജിലോട്ട്. ഞാൻ മാത്രമല്ല, അജുവും റോഷനും എൻ്റെ ഒപ്പം ഉണ്ട്. ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഹായ് ഗായ്സ്, ഇപ്പോഴാണ് എനിക്ക് ഒന്ന് സംസാരിക്കാനായിട്ടുള്ള സമയം കിട്ടിയത്. നമ്മൾ കോളേജിൽ പോവാണ്. നമ്മൾ പഠിച്ച കോളേജിൽ, ഡിഗ്രി പഠിച്ച കോളേജിലോട്ട് പോവാണ്. കോളേജിലുള്ള ആൾക്കാർ എത്ര വ്ലോഗ് ഇവർക്ക് ഞാൻ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ചമ്മലാവാണ്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഫുൾ വോയിസ് ഓവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഗൈസ്. വോയിസ് ഓവർ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കുമായിരിക്കും. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതൊരു അന്തവും കുന്തവും ഇല്ലാത്ത വ്ളോഗാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കേണ്ട ഒരു സംഭവമാണ് ചമ്മൽ. നമ്മൾക്ക് ചമ്മൽ കൂടാണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണം. എന്നാലേ അതിൽ അത്രത്തോളം ഔട്ടൊരു രസം ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ ചമ്മൽ ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് ചമ്മൽ കൂടി വരികയാണ്. അതാണ് മെയിൻ പ്രശ്നം. പ്രത്യേകിച്ച് അജുവിന് ഭയങ്കര ചമ്മലാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അവൻ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം പറയും, അയ്യോ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡാക്കാറില്ല. മൈൻഡാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിവേ, നമ്മളിതേ പട്ടിമറ്റത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് 2 വഴി നമ്മുടെ കോളേജിലോട്ട് പോവാം. ഒന്നാമത്തത് പെരുമ്പാവൂർ റൂട്ടും രണ്ടാമത്തത് മൂവാറ്റുപുഴ ഓടിയിട്ട് പട്ടിമറ്റത്ത് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കോളേജിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ മാർഗ്ഗമാണ് സ്വീകരിച്ചത്. അതാണ് കുറച്ചും കൂടി എളുപ്പം. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത്, ഈ സ്ഥലത്തൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. 2025 നമ്മൾ പാസ് ഔട്ടായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ 2026, ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ. വേൾഡ് കപ്പിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളും വന്നെന്നല്ലാണ്ട് വേറെ മാറ്റമൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. ജോസിന് എന്താ പറയാനുള്ളത് കോളേജിൽ പോണതിനോട് സംബന്ധിച്ച്? ഞാൻ അന്ന് പാസ് ഔട്ടായി ഇറങ്ങിയിട്ട് ഇപ്പഴാ പോണത്. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. ഓഫീസിൽ കുറെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ ഇടക്കിടക്ക് എന്നാലും ഞാൻ ഇപ്പഴാ പോണത് കോളേജിൽ. ഇവനതിന്റെ പട്ടി പോലും കണ്ടിട്ടില്ല. ഇവൻ അങ്ങോട്ട് പോയിട്ടേ ആക്ച്വലി എനിക്ക് കോളേജിനായിട്ട് ഞങ്ങൾക്ക് വലിയ മെമ്മറി ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇടയിലായിട്ട് കുറെ മെമ്മറി ഉണ്ട്. അത്രേ ഉള്ളൂ. സത്യം അതാണ്. അതും കോളേജിന്റെ സത്യം. ഇവന്റെ കുറെ വള്ളികൾ, ഇവന്റെ കുറെ ഇവന്റെ വള്ളി ഒതുക്കൽ. പിന്നെ എനിക്കും കുറച്ച് വള്ളികൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര രസമുള്ളതാണ്. അപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന വള്ളികളായിരുന്നു. ഇവന്റെ പോലീസ് കേസുകൾ ഇവൻ ഒതുക്കി തീർക്കുന്നു. വണ്ടിയില് നമ്മള് ട്രിപ്പിൾ വെച്ച് പോയത്, ഹെൽമെറ്റ് ഇല്ലാത്തത്, അത്രേ ഉള്ളൂ. കട്ട് ഇതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ പറയാനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കാണ്ട് ഇവർ പോയിട്ടുണ്ടെങ്കിൽ പോലീസ് ഇവരോട് എന്തെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 പേരും നല്ല പെരുപ്പിച്ച് പറയും. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളുടെ സംസാരം. വേറൊന്നുമില്ല. കാണുന്നതാണ് നമ്മളുടെ കോളേജ് കേട്ടോ, ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ആക്ച്വലി ഈ കാണുന്നത് എഞ്ചിനീയറിംഗ് കോളേജാണ്. തൊട്ടപ്പുറത്താണ് ആർട്സ് ബ്ലോക്ക് വരുന്നത്. ഞാനൊക്കെ ആർട്സ് ആയിരുന്നു. ഞങ്ങൾ 3 പേരും ആർട്സ് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ 3 പേരെന്ന് പറയുന്നത് ഒരാളും കൂടി ഉണ്ട്, ഇക്കു പാലക്കാടാണ്. ആക്ച്വലി ഇപ്പോൾ ആൾ കോയമ്പത്തൂരാണ്. അപ്പോൾ ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ 3 പേരെന്ന് പറയുന്നത്. കിടിലമാണെന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കിടിലമാണെന്നുള്ളത് അതിൻ്റെ പേരായിരുന്നു. പക്ഷേ ഇപ്പം ആ ഷോപ്പ് അവിടെ നിന്ന് പോയി. നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കാനാണ് കേട്ടോ. എനിക്ക് TC ആദ്യം വാങ്ങിക്കാം. നമ്മൾ TC പോലും വാങ്ങിച്ചിട്ടില്ല. അത് വാങ്ങിക്കണം. ഇന്ന് എനിക്ക് തോന്നുന്നു എക്സാം എന്തോ ഉണ്ട്, സപ്ലി എക്സാം ഉണ്ട്. അതിൻ്റെ ഒരു തിരക്ക് കാണുന്നുണ്ട്. ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. കോളേജിൻ്റെ പഠിക്കലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് മുടിയിരുന്നു, താടി ശരിയാക്കുന്നു, മീശ ശരിയാക്കുന്നു. അപ്പം എനിക്കൊരു ചെറിയ ടെൻഷൻ, ഇതെന്താ സംഭവം എന്നൊക്കെ ഉള്ള. കയറണ സമയത്ത് എനിക്ക് ചെറിയൊരു ചമ്മലോ എന്തോ ഒരു സംഭവം വന്നായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായി. ചെറിയൊരു ചമ്മലിപ്പം പറഞ്ഞു നമ്മളെ കാലെടുത്ത് കഴിക്കണ കറണ്ട് പോണം അവിടെ. ഇതാണ്ടോ ഞങ്ങളുടെ ബ്ലോക്ക്. ഇതിൻ്റെ 2ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ക്ലാസ് വരുന്നത്. ഇത് ഞങ്ങളുടെ മെയിൻ വെള്ളംകുടി സ്പോട്ടായിരുന്നു. ഇവിടെ ഒരു കൂളർ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കൂളറല്ലല്ലോ, എന്താ അതിനെ പറയുക, എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നല്ല തണുത്ത വെള്ളം കുടിക്കും. ഇൻ്റർവെൽ ഇല്ലാത്തപ്പോഴും ക്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ എങ്ങാടെങ്കിലുമൊക്കെ മുങ്ങുന്നതും എല്ലാം ഈ ഒരു സ്പോട്ടിൽ നിന്നായിരുന്നു. ഈ സ്റ്റെപ്പ് കയറി 2ാമത്തെ നിലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്നതായിരുന്നു നമ്മുടെ ക്ലാസ് റൂം. 223 അങ്ങനെ എന്തോ ആയിരുന്നു, 206 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ക്ലാസ് റൂമിൻ്റെ നമ്പർ, ഞാൻ മറന്നുപോയി.
അപ്പം ഞാൻ ഈ സൈഡിൽ ചെറിയൊരു ക്ലിപ്പൊക്കെ കൊടുക്കാം. ഞാൻ നല്ല ക്ലിപ്പ് തപ്പിയിട്ടോ, കിട്ടുന്നില്ല, എവിടെയോ ഉണ്ട്, തപ്പി മടുത്തപ്പോൾ ഞാൻ നിർത്തി. അപ്പം നമ്മൾ ഫോം ഫിൽ ചെയ്യാൻ പോവാണ് ഗൈസ്. എങ്ങനെയുണ്ട് കോളേജിൽ എല്ലാവരെയും കണ്ടിട്ട്, ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട്? നല്ല കണ്ടിട്ടില്ല, ബാക്കി സന്തോഷം. അതൊരു അർത്ഥം വെച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ. രജനീഷിന് മാത്രം നമുക്ക് പി സി പോയിട്ട് കാണാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അപ്പൊ നമ്മളിവിടെ വന്നു, കുറച്ച് ടീച്ചേഴ്സിനൊക്കെ കണ്ടു. ഇത് അപ്പൊ നമ്മള് കുറച്ച് ടീച്ചേഴ്സിനെ കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കണ്ടു. ആരെയൊക്കെ കണ്ടു? നമ്മൾ സാബറ മിസ്സിനെ കണ്ടു, ഷിമ്മി മിസ്സിനെ കണ്ടു. ഷിമ്മി മിസ്സാണോ പിന്നെ രമ്യ മിസ്സിനെ കണ്ടു, ലിബിന മിസ്സിനെ കണ്ടു. അങ്ങനെ കുറച്ച് മിസ്സുമാരെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ലൈബ്രറിയിൽ വന്നിരുന്നിട്ട് ഫോം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കൊണ്ടേ അർഹതപ്പെട്ടവരെ ഏൽപ്പിച്ച് നമ്മുടെ ടി സി വാങ്ങിക്കാൻ. ടി സി 2 ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. പിന്നെ എന്താണ് പറയാൻ പോയത്? ഇവിടെ വന്നപ്പോഴല്ലേ എല്ലാവരും, എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. നല്ല മാറ്റമാണോ ചീത്ത മാറ്റമാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. മാറ്റം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് പോയ അഞ്ചന ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലൊരു സന്തോഷമുണ്ട്. പക്ഷെ അത് ചീത്ത മാറ്റമാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കുറച്ച് മെലിഞ്ഞു. ഞാൻ നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഞാൻ അത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ആ വണ്ണം എങ്ങനെയാണെന്ന് ബോഡി ഷെയിം ചെയ്യുന്നതോടൊപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മെലിഞ്ഞു. പിന്നെ മുടിയൊന്ന് കളർ ചെയ്തു, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് മാറ്റി കേട്ടോ. നമുക്ക് നമ്മുടെ ലാബിൽ നിന്നുള്ളൊരു സൈൻ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MBA ബ്ലോക്കിലോട്ട് വന്നതാണ്. അവിടെയാണ് നമ്മുടെ ലാബ് ഉള്ളത് കേട്ടോ. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ കാണുന്ന സ്റ്റെപ്പ്. ഇതിൽ മെമ്മറീസൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു സമയവും സന്ദർഭമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും സൈനൊക്കെ വാങ്ങിച്ചു. ഇനി ഓഫീസിൽ നിന്നും കൂടി നമുക്കൊരു സൈൻ കിട്ടാനുണ്ട്. നമ്മൾക്ക് ഫീസൊന്നും പെൻഡിങ് ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഫോം കൊണ്ടുപോയി നമ്മൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു സൈൻ കിട്ടി തിരിച്ച് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വീക്ക് കഴിയുമ്പോൾ നമ്മളെ വിളിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കണമുണ്ട്. ഇവിടെ ഫുള്ള് തോരണമൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ചേക്കാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തും വേൾഡ് കപ്പിൻ്റെ സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മാറ്റമൊക്കെ വന്നു. ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് പരിഷ്കരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോളേജ് നമ്മൾ കാണുമ്പോൾ കോളേജിൻ്റെ ആയിട്ടുള്ളൊരു വൈബ് തോന്നിക്കണത് അവിടുത്തെ പിള്ളേരുടെ എന്തെങ്കിലും കലാവിരുദ്ധമായിരുന്നല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു കലാവിരുദ്ധമുള്ളൊരു സ്ഥലമായിരുന്നു സത്യത്തിൽ ഇത്. ആ സ്ഥലം ഇപ്പോൾ ഒന്ന് പരിഷ്കരിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ഇരിക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. പരിപാടികൾ പറയാനാണെങ്കിൽ കുറെ ഉണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് വലിയൊരു തൂണായിരുന്നു. അതായത് ഞാൻ കാണിച്ചു ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു സംഭവം ഒരു ദിവസം ആർട്ട് വർക്കോ എന്താണ് KSUവിന്റെ എന്ത് സംഭവമായിരുന്നു, എന്തോ ഒരു ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് പിള്ളേർക്ക് കൊടുത്തായിരുന്നു. അപ്പൊ പിള്ളേർ ഇവിടെ നിറച്ചും അവർക്ക് പറ്റാവുന്ന രീതിയിൽ കുറെ ആർട്ട് വർക്കും കാര്യങ്ങളും പടം വരച്ചും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ദേ ഇങ്ങനെ കുറച്ച് ബെഞ്ചും കാര്യങ്ങളൊക്കെ വന്നു. ഇവിടെ ഒരു ഓപ്പൺ ജിം പോലത്തെ സെറ്റപ്പ് ഒക്കെ വന്നു. ഇവിടെ ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത്. എന്ന് വെച്ചാൽ പിള്ളേർ കെട്ടിയ ഊഞ്ഞാലയാണ്. അതിൻ്റെ ഇവിടെ കുറച്ച് കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ദവിടെ നിന്ന് ഞങ്ങളുടെ മിസ്സിനെ കാണാൻ പറ്റും. ഇതവിടെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ് റൂം. അപ്പം മിസ് അവിടെ നിന്ന് ഞങ്ങളെ നോക്കും. ഇവിടെ ആരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്, ക്ലാസ് കട്ട് ചെയ്ത് ആരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ മിസ് നോക്കും. നല്ല രസമുള്ളൊരു ഓർമ്മയായിരുന്നു. നമ്മൾ ക്യാൻറ്റീനിൽ പോവാണ്. ക്യാൻറ്റീനിൽ പോകുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും കഴിച്ചിരുന്നത് ഒരു പപ്സും ഒരു ലിച്ചിയുമായിരുന്നു. ലിച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു. സത്യം. ഓ അജു ആ സമയത്ത് എന്ത് പിശുക്കനായിരുന്നല്ലേ. പിശുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പെൺപിള്ളേർക്ക് പിടിച്ചു കൊടുക്കും. അത് നമ്മളില്ലാത്ത സമയത്ത് 4 ഒരു പെൺകുട്ടിക്കല്ല 4 പെൺകുട്ടികൾക്ക് ഓരോ സ്ത്രീകൾക്ക് വേണ്ടി ബസ് സ്ത്രീകൾക്ക് മാത്രമായിട്ടാ. ഇതാണ് നമ്മുടെ സ്ത്രീകൾ
ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ. ഞാൻ ജോസിനോട് കഷ്ടപ്പെട്ട് എടുത്തു തരാൻ പറഞ്ഞിട്ട് അവൻ എടുത്തു തന്നാണ്. ഇതാണ് നമ്മളുടെ ലിച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ പപ്സ്. ഭയങ്കര ബഹളമായിരുന്നുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ആക്ച്വലി എനിക്കിപ്പോൾ ഇത് കഴിക്കുമ്പോൾ പണ്ടത്തെ ഫീല് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഈ പപ്സ് ലിച്ചിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നാണല്ലോ പൈസ അയച്ചു തന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് കുറച്ച് മിച്ചം കണ്ടെത്തിയിട്ടൊക്കെയാണ് നമ്മൾ കൊതിച്ച് കഴിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് മടുത്ത് വരുമ്പോൾ ഒരു പപ്സും ലിച്ചിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഇപ്പോൾ കിട്ടില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. വീഡിയോയിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ടാവാം, പക്ഷെ അങ്ങനെ ഒന്നും തോന്നിയില്ല. പപ്സ് ആണെങ്കിൽ പണ്ടത്തെ ടേസ്റ്റും കിട്ടുന്നില്ല. ഇപ്പോൾ പപ്സൊക്കെ കഴിച്ച് മടുത്തോണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് വേണ്ടപ്പെട്ട ഒരാളെയും കൂടിയും കണ്ടിട്ട് തിരിച്ച് കലൂർക്ക് പോവാൻ കേട്ടോ. ഈ ഒരു കോളേജിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, കോളേജിനെ കുറിച്ചല്ല, കോളേജ് എനിക്ക് തന്ന മെമ്മറീസ് ആൻഡ് എനിക്ക് തന്ന പാഠങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അതെനിക്ക് ഒറ്റ വ്ലോഗിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാചാലയാവാത്തത്. ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെപ്പോഴും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. എനിക്ക് ഈ ഒരു കോളേജ് തന്ന കാര്യങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. ഏറ്റവും അതിലടിപൊളിയായിട്ട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ആക്ച്വലി എനിക്കങ്ങനെ ഫ്രണ്ട്ഷിപ്പ്, ഒരു ഗ്യാങ് എന്നൊക്കെ പറയാനുള്ള ഗ്യാങ്ങൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാണ് എനിക്കങ്ങനെ ഒരു ഗ്യാങ്ങിന് കിട്ടിയതും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിച്ച് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ പറയാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ കിട്ടിയത് എനിക്ക് കോളേജിൽ നിന്നാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര എന്താ പറയുക സന്തോഷവതിയാണ് ഇവിടെ പഠിച്ചതിൽ. നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ കഴിഞ്ഞു, നമ്മൾ പോവാൻ നിൽക്കണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വിചാരിച്ച പോലെ ഒരു ഗുമ്മ കിട്ടിയില്ല അല്ലേ? അജുന് വിചാരിച്ച പോലെ ഒരു ഗുമ്മ കിട്ടിയില്ല അല്ലേ? എന്താടാ തലവലിക്കുന്നത്? നീ പറയാ ജോസേ, എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ്? വിചാരിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വളരെ നല്ല കിട്ടും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളെ KSRTC ഒന്നും നമുക്ക് കയറാൻ പോവാൻ കേട്ടോ. ആ പ്രിയത KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. ഈ പോക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ അയവിറക്കാനായിട്ട് പറ്റി, പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കാണാനായിട്ട് പറ്റി. അജു പറയണ്ടായിരുന്നു പണ്ടത്തെ വൈബ് കിട്ടിയില്ല എന്നുള്ളത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ ടൈമിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു ടൈമിലെ വൈബ് നമുക്കിനി കിട്ടില്ല, കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അത് ആ ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടം നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ പറയുക, ഇനി ആ ഒരു വൈബ് കിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബോണ്ട് കോളേജ് കഴിഞ്ഞിട്ടും അവസാനിച്ചിട്ടൊന്നുമില്ല. ആ ഒരു വൈബ്, ഞങ്ങളുടെ ഇടയിലുള്ളൊരു വൈബ് ഇപ്പോഴും ഉണ്ട്. ബാക്കിയുള്ള കോളേജിൻ്റെ വൈബൊക്കെ ഇനി എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ കോളേജിൽ പോയി കഴിഞ്ഞിട്ട് ഒരു 3-4 മണിക്കൂർ നല്ലോണം കിടന്നുറങ്ങി കേട്ടോ. അവരുടെ ഫേസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. മറ്റൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ചായക്കടയിൽ. സോ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എത്രമാത്രം ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു കംഫേർട്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിവേ ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യും. ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.